ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ എപ്പോഴും ഫോണൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മുടെ ഫോണിൽ ചില ആപ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് പ്രൊഡക്ടിവിറ്റി, സെൽഫ് കെയർ, അങ്ങനത്തെ കുറച്ച് ആപ്പുകളും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള, എനിക്ക് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 സെൽഫ് കെയർ പ്രൊഡക്ടിവിറ്റി കൈൻഡ് ഓഫ് ആപ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് 21 ഡേ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ആപ്പ്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്. ഞാൻ മുമ്പ് ഒരു 1 ഇയറോളം എൻ്റെ മൊബൈൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സയൻറ്റിഫിക്കലി ടെക്നിക്കലി ഒക്കെ 21 ഡേയ്സ് ആണ് നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യാനെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അതിന് പല ഡിബേറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ 30 ഡേയ്സ് ആണ്, ചിലപ്പോൾ 75 ഡേയ്സ് ആണ്. പക്ഷേ ഈ ആപ്പ് നിങ്ങൾക്കൊരു ഹാബിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കിക്ക് സ്റ്റാർട്ട്, നമുക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരും. ആൻഡ് ഭയങ്കര നല്ലൊരു രസമുള്ളൊരു ആപ്പാണ്. നമുക്കിങ്ങനെ ഓരോ ചലഞ്ചസ് അതിലെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി ആണോ, മൊബൈൽ അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ ഹെൽത്ത് ആണോ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, ഇങ്ങനെ ഓരോരോ ഗോൾസ് അതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇന്നാണ് ചലഞ്ച് തുടങ്ങുന്നതെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അടുത്ത ചലഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ ദിവസമേ പറ്റത്തുള്ളൂ. ആൻഡ് അതിനകത്ത് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബാഡ് അടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ആശ്വാസമുള്ള തരത്തിലുള്ള ഈ കോഡ്സ്, റിമൈൻഡേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര രസം, ഒരു മനസ്സുഖം ആണ്. ആൻഡ് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. സോ നിങ്ങൾക്ക് കുറച്ചൊരു നിങ്ങളുടെ ഫോണും ഡിജിറ്റൽ സ്പേസും കുറച്ചും കൂടെയൊക്കെ ഒരു പോസിറ്റീവ് നോട്ടിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് സെക്കൻഡ് ആപ്പ് എന്ന് പറയുന്നത്, വീണ്ടും നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുള്ള എഗെയിൻ എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഫോറസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. സോ ഫോറസ്റ്റ് ആപ്പ് ഒരു പ്രൊഡക്ടിവിറ്റി ആപ്പാണ്. നമ്മുടെ ടൈം മാനേജ് ചെയ്യാനും നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി വെക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫോറസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഫോറസ്റ്റിൻ്റെ ഇത് തന്നെ നമുക്ക് അതിനകത്ത് ടൈം സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ 1 hour 30 minutes അല്ലെങ്കിൽ 2 hours ഒക്കെ ടൈം സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഫോൺ ലോക്ക് ആവും. നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു ട്രീ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫോൺ എടുക്കണം. അതിനകത്തൊരു 3 പ്രാവശ്യം എന്തോ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലാണ്ട് അതിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ ടൈം സെറ്റ് ചെയ്ത് ചലഞ്ച് ചെയ്തെടുത്ത് എപ്പോഴും നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാന്റ് വളർന്നൊരു നമുക്കൊരു വാട്ടർ ചെയ്തിട്ട് ഒരു ഫോറസ്റ്റ് ആക്കാം. ഫോൺ അഡിക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ടിക്ടോക്സ് ഒക്കെ ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എന്തൊരു ടാസ്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഫോണൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കും ഫോറസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. ആൻഡ് 3ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഫിഞ്ച് ആപ്പാണ്. ഫിഞ്ച് ആപ്പ് ഭയങ്കര ഒരു ക്യൂട്ട് ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്പാണ്. സോ ഇത് കുറച്ചും കൂടി ഒരു മെൻ്റൽ ഹെൽത്ത് ആൻഡ് സെൽഫ് കെയർ ഒക്കെ ഡെയിലി ചെയ്യുന്നതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫിഞ്ച് ആപ്പ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്കൊരു പെറ്റ് ഉണ്ടാവും. ആ പെറ്റിന് നമുക്ക് പേരൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഗോൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ആപ്പിലുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ആക്റ്റീവായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റും നമ്മളോടൊപ്പം വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പെറ്റ് കുറച്ചൊരു അഡൾട്ട് സ്റ്റേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പെറ്റ് ഇത്ര വരെ സ്റ്റേജിലെത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടാസ്കും അതിനകത്ത് കുറേ ജേർണൽ പ്രോംസ് ഒക്കെ ഉണ്ടാവും, റിഫ്ലക്ട് ചെയ്യുന്നതുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നില്ല, ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പെറ്റ് എനർജി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആയിപ്പോൾ. അപ്പോൾ ആ പെറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മളെയും ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ഫിഞ്ച് ആപ്പിലുള്ളത്. ഭയങ്കര ക്യൂട്ട് ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്, ഒരു മെൻ്റൽ ഹെൽത്ത് ഒരു രീതിയിലൊക്കെ ഒരു സെൽഫ് കെയർ ഒക്കെ നിങ്ങളുടെ ഭാഗമാക്കണം, അതിനൊരു നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആക്ച്വലി 21 ഡേയ്സ് ചലഞ്ചിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു വേറെ ടൈപ്പ് ഓഫ് ഇൻ്റർഫേസ് ആൻഡ് ഭയങ്കര ക്യൂട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. സോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. 4th എന്ന് പറയുന്നത് കളർഫൈ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ നമുക്കറിയാം കളറിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. കുഞ്ഞിലേക്ക് നമ്മൾ ഒത്തിരി കളറൊക്കെ ചെയ്യാറുണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷേ വളർന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ കളർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. കളർ ചെയ്യുന്നതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും, നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കും, സ്ട്രെസ്സ് കുറയ്ക്കും, നമുക്ക് കുറച്ചുകൂടെ കാമായിട്ടിരിക്കാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ സ്ലീപ്പിന് മുന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എന്നൊക്കെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സ് കളറിങ്ങിനുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എപ്പോഴും അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഫോണിലായിരിക്കും. അപ്പം ഈ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്താലാണ് കുറേ
ഫോട്ടോസൊക്കെ നമുക്ക് കളർ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ബേസിക് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും കുറച്ച് ഇൻബിൽഡ് ആയിട്ട് കുറച്ച് ഫോട്ടോസ്, മണ്ഡല ആർട്ട്, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കളർ ചെയ്തെടുക്കാം. ഭയങ്കര രസം, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ പോവുകയാണെന്ന്, പുറത്തേക്ക് ബസ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്പാണ്. അപ്പോൾ കളർഫൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഫിഫ്ത്ത് ആപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഡയറി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നമ്മൾ ജേർണലിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ ഫോണിൽ ചെയ്യാൻ കംഫർട്ടബിൾ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പക്ഷേ എങ്ങനെ തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ ബെസ്റ്റ് ആപ്പാണ് ക്വസ്റ്റ്യൻ ഡയറി എന്ന് പറയുന്നത്. സോ ഈ ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടും. അതിന് നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് അപ്പം എന്താണോ തോന്നുന്നത് അന്ന് ആൻസർ ചെയ്യാൻ. ആൻഡ് നിങ്ങൾക്ക് ആരും വായിക്കാതിരിക്കും, ഇതിന് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓരോരോ നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ജേർണലിംഗ് പ്രോംസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണ്, നിങ്ങൾക്ക് ഡിജിറ്റലി ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 ആപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് ഏതാണെന്ന് പറയും. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറേ ആപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ എപ്പോഴൊക്കെയോ യൂസ് ചെയ്ത് എനിക്ക് അറിയാവുന്ന കുറച്ച് ആപ്സാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്സാണ്. പക്ഷേ കുറേ ആപ്സ് ഉണ്ട് ഇനിയും. അപ്പോൾ നിങ്ങൾ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും സീ യു.